പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് പ്രത്യേകമായി ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. അബ്രാത്തോട് ദൈവം പറഞ്ഞതാ, ഭൂമിയിലെ മണൽത്തരി പോലെ നിൻ്റെ സന്താനങ്ങളെ ഞാൻ വർദ്ധിപ്പിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ നിൻ്റെ സന്താനങ്ങളെ ഞാൻ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞതാ. പക്ഷേ അബ്രഹാം കാത്തു നിൽക്കാൻ തയ്യാറായില്ല. ഒരു അനുഗ്രഹം വരാൻ ഒരു സമയം കൊടുക്കണമല്ലോ, ധൃതി കൂട്ടി. അതിനിടയ്ക്ക് സാറാ പറഞ്ഞു, എൻ്റെ ദാസിയെ അങ്ങ് പ്രാപിക്കുക, എനിക്കിനി കുട്ടിയുണ്ടാകുമെന്ന് തോന്നണില്ല, അതുകൊണ്ട് എൻ്റെ ദാസിയെ പ്രാപിക്കുക. അപ്പോൾ ഇത് അബ്രഹാം അത് കേട്ട് അനുസരിച്ചു എന്ന വചനം പറയുക. അബ്രഹാം അത് കേട്ടു. ഉൽപ്പത്തി 16:2 അത് അനുസരിച്ചു. സാറാ പറഞ്ഞ് അനുസരിച്ചു. ദൈവം പറഞ്ഞ എന്താ? കാത്തിരിക്കൂ, നിനക്ക് കുട്ടിയുണ്ടാകും, നിൻ്റെ അവകാശി മറ്റവനായിരിക്കുകയല്ല, നിൻ്റെ കുട്ടി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞതാ. കാത്തിരിക്കാൻ തയ്യാറായില്ല. ചിലപ്പോൾ ചില കല്യാണങ്ങൾ പോലും ധൃതി കൂട്ടി അത് കുഴപ്പത്തിൽ പോയി ചാടാറുണ്ട്. അവസാനം അത് ഒഴിവാക്കേണ്ടി വരുമ്പോൾ സമാധാനത്തിൽ ചെയ്താൽ മതിയായിരുന്നു. സമാധാനത്തിൽ. ഞങ്ങൾ ഈ തീർത്ഥാടനം നടത്തുമ്പോൾ എപ്പോഴും ധൃതിയാണല്ലോ, ഒന്നിനും സമയമില്ല. ഇവിടെ പിന്നെ ഇപ്പോൾ ഓടി വീട്ടിൽ പോകാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് സമയമുണ്ട്, കുറച്ച് നല്ല ആലോചിക്കുക. ദൈവം കാര്യങ്ങൾ പറഞ്ഞു തരും. കർത്താവിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കൂ. സാറാമാർ നമ്മുടെ കൂടെ ഉണ്ട്. ഒരു പ്രയോഗമാണ്. സാറായുടെ ഉപദേശം കേൾക്കരുത്, സാറായുടെ ഉപദേശം കേൾക്കരുത്, കർത്താവിനനുസരിക്കുക. സാറാമാർ നമ്മുടെ കൂടെ ഉണ്ട്, സാറാമാരുടെ ഉപദേശം കേൾക്കരുത്. നമുക്ക് ഈ ഒരു ചിന്ത സ്വീകരിക്കാം. പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ പെട്ടുപോയ അബദ്ധങ്ങൾ, കാട്ടിക്കൂട്ടിയ ദുരിതങ്ങൾ, ഇതെല്ലാം ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കാം. അബദ്ധങ്ങളെപ്പോലും നന്മയാക്കാൻ കഴിവുള്ളവനെ ധൃതി കൂട്ടി കർത്താവിന് വേണ്ടി കാത്തിരിക്കാതെ, അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കാതെ ധൃതി കൂട്ടി അബദ്ധങ്ങൾ പറ്റിയ മേഖലകളെ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ കർത്താവേ. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, ഇതെനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത്
നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പണിതുയർത്തിയവരെ അങ്ങേ സംരക്ഷണത്തിൽ നിന്ന് ഒരിക്കലും തള്ളിക്കളയുകയില്ലല്ലോ. അങ്ങേ നാമത്തോടെപ്പോഴും ഞങ്ങൾ ഭക്തിയാദരങ്ങളും സ്നേഹമുള്ളവരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് അബ്രഹാമിന് ഭാര്യ സാറായിൽ കുട്ടികളുണ്ടായില്ല. അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു ഈജിപ്തുകാരി ദാസിയുണ്ടായിരുന്നു. സാറായി അബ്രഹാമിനോട് പറഞ്ഞു, മക്കളുണ്ടാകാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല. നിങ്ങൾ എൻ്റെ ദാസിയെ പ്രാപിക്കുക. ഒരു പക്ഷേ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായേക്കാം. അബ്രഹാം സാറായുടെ വാക്കനുസരിച്ചു. കാനാൻ ദേശത്ത് 10 വർഷം താമസിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ സാറായി ദാസിയായ ഈജിപ്തുകാരി ഹഗാറിനെ തൻ്റെ ഭർത്താവിന് ഭാര്യയായി നൽകി. അബ്രഹാം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. താൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ യജമാനത്തെ അവൾ നിന്ദയോടെ വീക്ഷിച്ചു. സാറായി അബ്രഹാമിനോട് പറഞ്ഞു, എൻ്റെ ദുരിതത്തിന് നിങ്ങളാണ് കാരണക്കാരൻ. ഞാനാണ് എൻ്റെ ദാസിയെ നിങ്ങളുടെ ആശ്ലേഷത്തിന് വിട്ടുതന്നത്. പക്ഷേ താൻ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അവൾ നിന്ദയായി. എനിക്കും നിങ്ങൾക്കും മധ്യേ കർത്താവ് തന്നെ വിധിയാളനാവട്ടെ. അബ്രഹാം പറഞ്ഞു, നിന്റെ ദാസി ഇപ്പോഴും നിന്റെ കീഴിലാണ്. നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക. സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. അപ്പോൾ അവൾ സാറായിയെ വിട്ടോടിപ്പോയി. എന്നാൽ കർത്താവിൻ്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. ദൂതൻ അവളോട് ചോദിച്ചു, സാറായിയുടെ ദാസിയായ ഹഗാറെ, നീ എവിടെ നിന്നും വരുന്നു? എങ്ങോട്ട് പോകുന്നു? അവൾ പ്രതിവചിച്ചു, ഞാൻ യജമാനത്തിയായ സാറായിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു, നീ
യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. ദൂതൻ തുടർന്നു, എണ്ണിയാൽ തീരാത്തവണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. നീ ഗർഭിണിയാണല്ലോ, നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും. അവന് നീ ഇസ്മായേൽ എന്ന് പേരിടണം. കാരണം കർത്താവ് നിന്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു. അവൻ കാട്ടുകഴുതയ്ക്കൊത്ത മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും എതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും. അവൻ തൻ്റെ സഹോദരങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യും. ഹഗാറിൽ അബ്രഹാമിനൊരു പുത്രൻ ജനിച്ചു. ഹഗാർ പ്രസവിച്ച മകന് അബ്രഹാം ഇസ്മായേൽ എന്ന് പേരിട്ടു. ഹഗാർ ഇസ്മായേലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സായിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ സ്തുതിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ്. എത്ര നാൾ അവർ നല്ലവരാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ ആര് വർണ്ണിക്കും? അവിടുത്തെ അപദാനങ്ങൾ ആര് കീർത്തിക്കും? കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ്. എത്ര നാൾ അവർ നല്ലവരാണ്. ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാൻ. കർത്താവെ, അവിടുന്ന് ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ്. എത്ര നാൾ അവർ നല്ലവരാണ്. അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്കിടയാവട്ടെ. അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ. അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ്. എന്നാൽ അവർ നല്ലവരാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത്
അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. നമുക്കിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വായിച്ചു കേട്ട വചനം 7-ാം അധ്യായം മത്തായി 7:21. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. വചനമനുസരിക്കുന്നവൻ പാറപ്പുറത്ത് ഭവനം പണിതതിന് തുല്യമാണ്, അവൻ ബുദ്ധിമാനാണ്. വചനമനുസരിക്കാത്തവൻ മണൽപ്പുറത്ത് ഭവനം പണിതവനെ പോലെയാണ്. അത് പ്രതികൂല സാഹചര്യങ്ങളെ അതിന് തരണം ചെയ്യാൻ സാധ്യമല്ല. നമ്മൾ അബ്രാഹത്തിൻ്റെ കഥയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോഴും അബ്രാഹാം അനുസരണത്തിൻ്റെ പിതാവാണ് യഥാർത്ഥത്തിൽ. ഉൽപ്പത്തിയുടെ 22-ാം അധ്യായം എത്തുമ്പോൾ തൻ്റെ ഏകമകൻ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പറഞ്ഞത്, അത് ദൈവം ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്, ഇവനെ അനുസരിക്കുമോ. അപ്പം അതിന് മുന്നൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട് അബ്രഹാം പരാജയപ്പെട്ട സംഭവമാണ് ഇന്ന് വായിച്ചു കേൾക്കുന്നത്. അബ്രഹാം പക്ഷേ 22-ാം അധ്യായത്തിൽ അബ്രഹാം വിജയിച്ചു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞ് ദൈവം തന്നെ അത് ഇടപെട്ട് സോൾവ് ചെയ്ത് കൊടുത്തു. അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറി. അബ്രഹാം അനുസരണത്തിൻ്റെ പിതാവായി മാറി. അപ്പം അതിനു മുൻപ് അനുസരണക്കേട് ഉണ്ടായിട്ടുണ്ട്. അബ്രഹാത്തിൻ്റെ കുറ്റമൊന്നുമല്ല പലതും, അബ്രഹാത്തിൻ്റെ കുറ്റമൊന്നുമല്ല, സാഹചര്യങ്ങളാണ് അങ്ങനെ ആക്കിയത്. ചില അശ്രദ്ധകൾ, ചിലരുടെ ഉപദേശങ്ങൾ കേട്ടുപോയത്, അതൊക്കെയാണ് അബ്രഹാത്തിൻ്റെ അനുസരണക്കേടിന് കാരണം. അബ്രഹാം ദൈവത്തെ അനുസരിച്ച് ഇറങ്ങിത്തിരിച്ച ആൾ തന്നെയാണ്. ഉൽപ്പത്തിയുടെ 12-ാമത്തെ അധ്യായത്തിൽ അബ്രഹാത്തോട് ദൈവം പറഞ്ഞു, അബ്രഹാത്തെ വിളിക്കുന്ന, യഥാർത്ഥത്തിൽ അബ്രഹാത്തിൻ്റെ കഥ തുടങ്ങുന്നത് ഉൽപ്പത്തി 12-ാം അധ്യായത്തിലാണ്. അതുവരെ മറ്റു കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ചരിത്രത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്, അത് വിവരിക്കുന്നത് അബ്രഹാത്തിൻ്റെ കഥ മുതലാണ്. അപ്പം അബ്രഹാത്തോട് ദൈവം പറഞ്ഞു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. അത് ചെയ്താൽ നിന്നെ ഞാൻ അനുഗ്രഹമാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും എന്ന് ദൈവം പറഞ്ഞു. പക്ഷെ അബ്രഹാം അങ്ങനെ പോയപ്പോൾ കൂടെ ലോത്ത്, ഭാര്യ സാറ, എല്ലാവരും കൂടെ പോയി. അബ്രഹാം ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണുകയില്ല. നിങ്ങൾ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയാൻ അബ്രഹാത്തിന് തോന്നിയില്ല. നമ്മളും ചിലപ്പോൾ ചില കാര്യങ്ങൾ വാശി പിടിക്കുമ്പോഴും ഞാനും വരുന്നു എങ്കിൽ നീ പോര് എന്ന് പറഞ്ഞ് കൂടെ കൂട്ടി ചിലപ്പോൾ പ്രശ്നമാകാറുണ്ട്. ഒന്നും നടക്കാതെ പോവും, പോയ കാര്യമൊന്നും നടക്കാതെ പോവും. അപ്പം അബ്രഹാത്തോട് ദൈവം പറഞ്ഞത് ഉൽപ്പത്തി 12:4 അത് നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അപ്പോൾ കർത്താവ് കൽപ്പിച്ചതിനനുസരിച്ച് അബ്രഹാം പുറപ്പെടുക എന്ന് പറഞ്ഞു. പുറപ്പെട്ടു. പക്ഷെ കൂടെ ചില ആളുകൾ അങ്ങ് കൂടെ ചേർന്നു. അബ്രഹാം അത് ശ്രദ്ധിച്ചില്ല. അതാണ് അവിടെ പിന്നെ ദൈവം സംസാരിക്കുന്നില്ല. ദൈവം പിന്നെ സംസാരിക്കുന്നത് ഉൽപ്പത്തി 13:14 അബ്രഹാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. അപ്പോഴാണ് ദൈവം സംസാരിക്കുന്നത്. അപ്പം അതിനു മുൻപ് ദൈവത്തിന് സംസാരിക്കാൻ പറ്റാത്ത തടസ്സങ്ങൾ അബ്രഹാം തന്നെ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ അബ്രഹാം ഇങ്ങനെ പോയി അത് നെഗേബിലെത്തി. നെഗേബിൽ അവിടെ ബലിപീഠമൊക്കെ പണിത് ബലിയർപ്പിച്ചതാണ്. ഓരോ സ്ഥലത്തു കൂടെ അങ്ങനെ പോയി അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അവിടെ നെഗേബിൽ അവർക്ക് ക്ഷാമമുണ്ടായപ്പോൾ അബ്രഹാം പോയത് പിന്നെ ഈജിപ്തിലേക്കാണ്. കണ്ണിക്കണ്ട ദേശത്തേക്ക് പോയി, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിൽ പോയത് പൊല്ലാപ്പായി. ഈജിപ്തിലെ രാജാവ് ഫറവോ
തൻ്റെ ഭാര്യ ഭയങ്കര സുന്ദരിയ സാറ. അപ്പോൾ ഈ ഫറവോ അടിച്ചു മാറ്റും എന്ന് കരുതിയിട്ട് അടിച്ചു മാറ്റാതിരിക്കാൻ അത് സഹോദരിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഫറവോയ്ക്ക് മനസ്സിലായില്ലല്ലോ. ഫറവോ കല്യാണം കഴിച്ചു, സാറായിയെ കല്യാണം കഴിച്ചു. അപ്പോഴാണ് അവർക്ക് ദുരിതമുണ്ടായി. ഈ ഒരു തിന്മ ചെയ്തതിൻ്റെ പ്രതിയും അവിടെ ദുരിതമുണ്ടായി. അപ്പം ഫറവോയ്ക്ക് മനസ്സിലായി, മഹാമാരികൾ കൊണ്ട് അബ്രാമിൻ്റെ ഭാര്യ സാറായെ പ്രതി കർത്താവ് ഫറവോയെയും കുടുംബത്തെയും മഹാമാരികളാൽ പീഡിപ്പിച്ചു. അപ്പോൾ ഫറവോയ്ക്ക് മനസ്സിലായി ഞാൻ ചെയ്ത അബദ്ധമാണെന്ന്. അപ്പോൾ ഫറവോയ്ക്ക് മനസ്സിലായി, നീ എന്തായി എന്നോട് സഹോദരിയാണെന്ന് പറഞ്ഞത്? നിന്റെ ഭാര്യയല്ലേ, നീ ഭാര്യ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ തെറ്റ് ചെയ്യില്ലായിരുന്നല്ലോ. അങ്ങനെ അവരോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു, ഈജിപ്ത് വിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ നെഗേബിലേക്കെത്തി. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ, അബ്രാത്തിൻ്റെ ഭാര്യ സാറായിൽ കുട്ടിയുണ്ടായില്ല. അവൾക്ക് ഹാഗാർ എന്ന് പേരുള്ള ഒരു ഈജിപ്തുകാരി ദാസി ഹാഗാർ. ഈ ഈജിപ്തുകാരി എങ്ങനെ കൂടെ ചേർന്നതാ? ഈജിപ്തിൽ പോയത് കൊണ്ടല്ലേ. കാനാൻ ദേശം ഒരു ദേശം ലക്ഷ്യമാക്കി പോകുമ്പോൾ നെഗേബിലെത്തി. നെഗേബിലെ ക്ഷാമം കാരണം അബ്രഹാം കണ്ട ഒരു ദേശത്തേക്ക് പോയി. അബ്രഹാം തന്നെ ദൈവഹിതമല്ലാത്തൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കി. അവിടെ കൂടെ പോകുന്ന പെണ്ണാണ് ഹാഗാർ. ഒന്നോർത്ത് നോക്കിയേ, ഹാഗാർ. അബ്രഹാത്തോട് ദൈവം പറഞ്ഞിട്ടുള്ളതാണ്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അപ്പോൾ ഒന്ന് ലോത്തിനെ കൂടെ കൂട്ടിയതാണ്, ലോത്ത് സാറയൊക്കെ കൂടെ കൂട്ടിയതാണ്. ലോത്തിനോട് ഉൽപ്പത്തി 13:9 നീ എന്നെ പിരിഞ്ഞു പൊക്കോ, നമുക്കിത് പറ്റില്ല. കാരണം ഒന്ന് സ്ഥലം തികയുന്നില്ല. ലോത്തിനും കുറേ സ്വത്ത്, അബ്രഹാത്തിനും കുറേ സ്വത്ത്, രണ്ടുപേർക്ക് സ്ഥലം തികയുന്നില്ല. അതൊരു കാര്യം. ഇനി ലോത്തിൻ്റെ ഇടയന്മാരും ആടുമേയ്ക്കുന്നവരും അബ്രഹാത്തിൻ്റെ ആടുമേയ്ക്കുന്നവരും, ഇവർ രണ്ടു കൂട്ടരും അവരുടെ ജോലി സ്ഥലത്തെ കലഹമുണ്ടായി. അപ്പം ഇത് രണ്ടും ആയപ്പോഴും നീ എന്നെ പിരിഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ലോത്ത് വേർപെട്ടതിന് ശേഷമാണ് ദൈവം പിന്നീട് സംസാരിക്കുന്നത്. പിന്നീട് ഉൽപ്പത്തി അത് 13-ാമത്തെ അധ്യായത്തിലാണ്. 14-ാമത്തെ അധ്യായത്തിൽ 13-16 പറയുന്നുണ്ട്, ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണിത്തീർക്കാനാകുമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും. പൂഴി എണ്ണാൻ പറ്റില്ലല്ലോ. എണ്ണാൻ പറ്റാത്ത വിധം നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് ഉൽപ്പത്തി 13-16 ദൈവം പറഞ്ഞതാ. ഇനി ഉൽപ്പത്തി 15:15 പറഞ്ഞു, എനിക്ക് അവകാശിയില്ലല്ലോ, ഒരു കുട്ടിയില്ലല്ലോ, എൻ്റെ കൂടെയുള്ള വേലക്കാരെങ്കിലും അവകാശിയാക്കി വെക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ കുട്ടി തന്നെയായിരിക്കും നിന്റെ അവകാശി. എന്നിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ആകാശത്തിലേക്ക് നോക്കാൻ പറയും. നീ കാണുന്നുണ്ടോ ആകാശത്തിലെ നക്ഷത്രങ്ങൾ? നിനക്കെണ്ണാൻ പറ്റുമോ? ഈ നക്ഷത്രങ്ങളെപ്പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും എന്ന് ദൈവം പറഞ്ഞതാ. പൂഴി പോലെ വർദ്ധിപ്പിക്കും, നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞതാ. എന്നിട്ട് ഇന്നത്തെ വചനമെത്തുമ്പോൾ ഉൽപ്പത്തി 16-ാം അധ്യായം 2-ാം വാക്യമെത്തുമ്പോൾ സാറായി അബ്രഹാമിനോട് പറഞ്ഞു, മക്കളുണ്ടാവാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല, നിങ്ങൾ എൻ്റെ ദാസിയെ പ്രാപിക്കുക, ഒരുപക്ഷേ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായേക്കാം. അബ്രാം സാറായുടെ വാക്ക് അനുസരിച്ചു. ഇത് പൊല്ലാപ്പായി. സാറായുടെ വാക്കല്ല കേൾക്കേണ്ടിയിരുന്നത്, ദൈവത്തിൻ്റെ വാക്കാണ് കേൾക്കേണ്ടിയിരുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം വരുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കാൻ അബ്രഹാത്തിന് സാധിച്ചില്ല. അപ്പോൾ അബ്രഹാം മനഃപൂർവ്വം അനുസരിച്ചതല്ല. സാറാ പറഞ്ഞതും ശരിയാണല്ലോ, കുട്ടി ഉണ്ടാകാൻ ഇനി ഒരു സാധ്യതയുമില്ല, ഹാഗാറിനെ പ്രാപിച്ചോളൂ എന്ന് പറഞ്ഞത് ശരിയാണല്ലോ, എങ്കിൽ ഇരിക്കട്ടെ, അവളുടെ സമ്മതവും കൂടി ഉണ്ടല്ലോ എന്ന് കരുതി ഹാഗാറിനെ പ്രാപിച്ചു. കുട്ടിയുണ്ടായി. അവൾ ഗർഭിണി ആയപ്പോൾ തന്നെ ഹാഗാർ തൻ്റെ അധികാരം, കാരണം സാറായ്ക്ക് കുട്ടിയില്ലല്ലോ, നമ്മളിങ്ങനെ പറയില്ല നീ മച്ചിയായി പോകുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് പോലെ അവൾക്കൊരു നിന്ന സാറായുടെ ദാസിയാണ് ഹാഗാർ. അപ്പോൾ പിന്നെ 16-ാം അധ്യായം 5-ാം വാക്യം എത്തുമ്പോൾ സാറായി അബ്രാമിനോട് പറഞ്ഞു, എൻ്റെ ദുരിതത്തിന് നിങ്ങളാണ് കാരണക്കാരൻ. ഒന്ന് ഓർത്ത് വയ്ക്കുക, വന്ധ്യയായി പോയ സാറ, കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ ശാരീരികമായി കഴിവില്ലാത്ത സാറ, അബ്രാത്തിന് കുഴപ്പമില്ല.
പക്ഷെ ഇപ്പോൾ ഉണ്ടായ ദുരിതത്തിന് കാരണം സാറ തന്നെയാ. എന്നിട്ട് സാറ പറയാണ്, നിങ്ങളാണ് എൻ്റെ ദുരിതത്തിന് കാരണം. അബ്രഹാത്തിന് വല്ല കാര്യം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ അനുദിന ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കെണിയിൽ പെട്ടുപോയ സംഭവങ്ങളുണ്ട്. ഒരു കല്യാണാലോചന വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ, ഏതെങ്കിലും ഒരു ആണും പെണ്ണിൻ്റെ വീട്ടുകാരുണ്ടല്ലോ, ഏതെങ്കിലും ഒരു വീട്ടുകാർ കല്യാണം നടത്താൻ ധൃതി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ കുഴപ്പമുണ്ട്. എങ്ങനെയെങ്കിലും ഒന്നും ആരും അറിയാതെ, കുഴപ്പങ്ങളൊന്നും അറിയാതെ ആ കല്യാണം നടന്നു പോകാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ധൃതിയാണത്. ഇവിടെ സാറയുടെ ഉപദേശം പോലെ അങ്ങനെ ചില സാഹചര്യങ്ങൾ, അശ്രദ്ധ, മറ്റു പലരുടെ ഉപദേശം വേണം. പക്ഷേ ഉപദേശം ആരുടെ അടുക്കൽ നിന്ന് സ്വീകരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പോഴും വീടുകളിലൊക്കെ അമ്മ പറഞ്ഞതുപോലെ ചെയ്തു, അപ്പം പറഞ്ഞ പോലെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കെണിയിലായി പോയിട്ടുള്ള ആളുകളുണ്ട്. ചിലപ്പോൾ ചില മക്കൾ പറഞ്ഞതുപോലെ കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങൾ വന്ന് വീട്ടിൽ വന്നിട്ട് അധികാരം പുലർത്തി ആ പെണ്ണുങ്ങൾ പറഞ്ഞ പോലെ വീട്ടിൽ കാര്യങ്ങൾ നടത്തുന്ന കുടുംബങ്ങളുണ്ട്. വല്ല കാര്യമുണ്ടോ? പെണ്ണുങ്ങളെ കെട്ടിച്ചു വിട്ടതല്ലേ, എന്നിട്ട് ആ പെണ്ണുങ്ങൾ ഉപദേശം സ്വീകരിക്കുന്നത് എന്തിനാ? അങ്ങനെ കെണിയിൽപ്പെട്ടുപോയ കാര്യങ്ങളുണ്ട്. ഇതുകൊണ്ട് അനുസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക അനുസരണം അത് തന്നെ വേണം. ദൈവം പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ അബ്രഹാത്തിന് ഈ കുഴപ്പം വരികയില്ലായിരുന്നു. ദൈവം പറയുന്നതനുസരിക്കണം. അപ്പോൾ ദൈവം എങ്ങനെ സംസാരിക്കും? ദൈവം സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ സ്വസ്ഥതയിലിരിക്കണം. എപ്പോഴും ബഹളത്തിലായാൽ ദൈവസ്വരം എങ്ങനെ കേൾക്കാനാണ്? ദൈവസ്വരം കേൾക്കാൻ പറ്റില്ല. നമ്മൾ സ്വസ്ഥതയിലിരിക്കണം, ബഹളത്തിലായിരിക്കരുത്. ഏതെങ്കിലും ഒരു 5 മിനിറ്റെങ്കിലും ദിവസം കർത്താവിൻ്റെ മുമ്പിലോ എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തെറ്റും ശരിയും ദൈവം തന്നെ വെളിപ്പെടുത്തി തരും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. മറിയത്തിൻ്റെ കാര്യം ഓർത്ത് നോക്കിക്കാം. മറിയത്തിന് വേണമെങ്കിൽ പിന്നോട്ട് പോകാമായിരുന്നല്ലോ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ. യൗസേപ്പിതാവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ യൗസേപ്പിതാവ് ഇവളെ മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ വന്ന് നിർദ്ദേശങ്ങൾ കൊടുത്തു. അത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യത്തിൽ യൗസേപ്പിതാവ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞതുപോലെ അനുസരിച്ചു. ഈശോയുടെ ക്വാളിറ്റി അനുസരണം തന്നെയാണ്. ഈശോ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തീർന്നു. ചില യുവതിയുവാക്കളൊക്കെ അമ്മ അപ്പൊക്കെ പറയുന്നത് കേൾക്കണം. അമ്മ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു അമ്മ, ഞാൻ പെട്ടുപോയ അമ്മ എന്നൊന്ന് സഹായിക്കമ്മ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന എത്രയോ മക്കളുണ്ട്. ആ ധൂർത്തപുത്രൻ അപ്പം പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, മോനെ പോകല്ലേടാ മകനെ എന്ന് പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. പന്നിക്കൂട്ടി കിടക്കുമ്പോൾ ആരുണ്ട് സഹായിക്കാൻ? ഈ അപ്പം തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുള്ളൂ, എൻ്റെ മകനെ തിരിച്ചു കൊണ്ടുവരണേ ദൈവമേ, എൻ്റെ മകനെ തിരിച്ചു കൊണ്ടുവരണമേ എന്ന് അപ്പൻ പ്രാർത്ഥിച്ചതിൻ്റെ പ്രതിയായിരിക്കാം പരിശുദ്ധാത്മാവ് ആ ധൂർത്തപുത്രനെ പന്നിക്കൂട്ടിൽ പ്രേരണ കൊടുത്തു, വീട്ടിൽ പോകാൻ പറഞ്ഞു. പന്നിക്കൂട്ടിൽ ആരാ ഉപദേശിക്കുക? നീ വീട്ടിൽ പോ, നിന്റെ വീട്ടിൽ സ്വസ്ഥതയുണ്ടാകും എന്ന് പറയാൻ ആരുണ്ട്? നമ്മൾ ആടുജീവിതം എന്ന സിനിമ കണ്ടില്ലേ? ആ കഥാപാത്രത്തെ അവിടെ ആരാണ് രക്ഷിക്കാനുള്ളത്? ഉള്ളിലുള്ളൊരു പവറാണ് ഇനിയുള്ളത്, ഉള്ളിലുള്ളൊരു മനക്കരുത്ത്. നീ മാമോദീസയിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ നിനക്കൊരു പവർ ദൈവം തന്നിട്ടില്ലേ? നിനക്കൊരു ആത്മീയ ശക്തി നിനക്ക് തന്നിട്ടില്ലേ? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, എഫെസ്യ 3:20, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ അവിടത്തേക്ക് കഴിയും. അപ്പോൾ ഒരു ശക്തിയുണ്ട്, നമ്മിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. മറിയത്തിൻ്റെ ഉള്ളിലുള്ള ശക്തി എന്താ? പരിശുദ്ധാത്മാവ് മറിയത്തെ കൊണ്ട് പറയിപ്പിച്ചത് എന്താ? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. മറിയത്തിന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ നീ കർത്താവിൻ്റെ ദാസി എന്ന് പറയണം എന്ന് പറഞ്ഞു കൊടുത്തോ? ഉള്ളിലൊരു ശക്തിയുണ്ട്. അപ്പോൾ വേറെ ആരും കേൾക്കാൻ പോകരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത്. ഈശോയെക്കുറിച്ച് മറ്റൊരു വചനം പറയുന്നത് ഹെബ്രായ 5:8, അവൻ പുത്രനായിരുന്നിട്ടും സഹനത്തിലൂടെ അനുസരണം ശീലമാക്കി. ഇപ്പൊ നെഗേബില് ക്ഷാമമുണ്ടായി. എന്തിന് ഈജിപ്തിലേക്ക് പോയി? നിനക്ക് നിന്റെ ജീവിതത്തിൽ ഇപ്പോഴും ദുരിതമൊക്കെ ഉണ്ടല്ലോ, കഷ്ടപ്പാടുണ്ടല്ലോ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളുണ്ടല്ലോ, ജോലിയില്ലായ്മയുണ്ടല്ലോ, രോഗങ്ങളുണ്ടല്ലോ. നിനക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുമോ? നിന്റെ ജീവിത പങ്കാളി നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് കരുതി
നീ അവിഹിത ബന്ധങ്ങൾ പുലർത്താമോ? നിന്റെ ജീവിത പങ്കാളി നിന്നെ സ്നേഹിക്കാത്തത് നിന്റെ സഹനമല്ലേ? ഈശോ എന്താ പറഞ്ഞത്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ആ ക്ഷാമമെന്ന കുരിശ്, സഹനം, അത് ഏറ്റെടുക്കാൻ അബ്രഹാം തയ്യാറായില്ല. അതുകൊണ്ടാണ് ഈജിപ്തിലേക്ക് പോയത്. ഈജിപ്തിലെ ഫറവോയുടെ മീതെ കുറെ പൊല്ലപ്പ്. അവിടുന്ന് ഹാഗാറിനെ കൂട്ടിക്കൊണ്ടുവന്നു. ഹാഗാർ പറഞ്ഞ കേട്ടിട്ട് പിന്നെ ഇങ്ങനെയായി. ഒന്ന് ഓർത്ത് നോക്കിയേ, എങ്ങനെയാണ് ഓരോ കെണികൾ വന്ന് വള്ളികൾ വന്ന് ചുറ്റിക്കൂടുന്നത് എന്ന് മനസ്സിലായില്ലേ? ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പോകണം. ശ്രദ്ധയോടുകൂടി. നമുക്ക് നല്ല ഉപദേശം നൽകാത്ത ആളുകളുമുണ്ട്. നമ്മൾ രക്ഷപ്പെടരുത്, നമ്മൾ വളരരുത് എന്ന് കരുതി നമുക്ക് കുനിഷ്ഠ ഉപദേശം പറഞ്ഞു തരുന്ന ആളുകളും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും നല്ലവരാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ഉപദേശവും സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് വിളിച്ച് കളിയാക്കുന്നവനല്ല ദൈവം. അബ്രഹാത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് നിന്റെ സന്തതി പരമ്പര ഞാൻ വർദ്ധിപ്പിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിളിച്ച് കളിയാക്കുന്നവനല്ല ദൈവം. നിനക്കൊരു കൊച്ചിനെ തരാൻ വേണ്ടിയിട്ടാണ് നിനക്ക് കുടുംബജീവിതം തന്നിരിക്കുന്നത്, അല്ലാതെ നിന്നെ വിളിച്ച് കളിയാക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു കുടുംബം പോയിട്ട് അവര് അങ്ങനെ മരത്തിൽ കൊണ്ടുപോയി ആ ചരട് കെട്ടി. അതൊരു തെറ്റായ ഉപദേശമാണ് കേട്ടോ. സാറാമാരുടെ ഉപദേശം കേൾക്കരുത്. കുറെ സാറാമാർ വഴിയരികിൽ കാണും. അത് ചെയ്യ്, ഇത് ചെയ്യ് എന്ന് പറഞ്ഞ് സാറാമാർ ഉപദേശിക്കും. അത് കെണിയിലായിപ്പോവും. അങ്ങനെ അവരെ മരത്തിൽ കൊണ്ട് ആ തൊട്ടിൽ കെട്ടി. എന്നിട്ട് മരത്തെ വണങ്ങുന്നു ഞാൻ കാണുകയാണ്. എനിക്ക് ചിരി വരികയായിരുന്നു. മരത്തെ കുമ്പിട്ട് വണങ്ങുന്നു. തൊട്ടിൽ വളരെ ഭവ്യതയോടെ കെട്ടി. അതുപോലെ കുർബാന സ്വീകരിച്ചിരുന്നെങ്കിൽ എന്നിട്ട് വണങ്ങുന്നു. അപ്പൊ പറയാണ്, കർത്താവായ യേശു കുരിശിൽ മരിച്ചത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നറിയാം. ഞങ്ങളുടെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇതുകൊണ്ട് കെട്ടുന്നത്. ഞങ്ങളുടെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അബ്രഹാം സാറായുടെ ഉപദേശം കേട്ടത് മനസമാധാനത്തിന് വേണ്ടിയായിരുന്നു. എന്നിട്ട് എന്തായി? സാറ തന്നെ കുറ്റപ്പെടുത്തില്ല, നിങ്ങളാണ് എൻ്റെ ദുരിതത്തിന് കാരണം. മനസമാധാനത്തിന് വേണ്ടി ചെയ്യല്ലേ, ദൈവാനുഗ്രഹത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യൂ. ദൈവാനുഗ്രഹത്തിന് വേണ്ടി, നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടല്ല. ഇപ്പൊ കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മളെ ദൈവം ചതിക്കില്ല. വിവാഹ ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെയും തരും. കാരണം സൃഷ്ടികർമ്മം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. കല്ലിനോടും മണ്ണിനോടുമല്ലല്ലോ കുഞ്ഞുങ്ങളാകാൻ പറയുന്നത്. മനുഷ്യരെ വേണ്ടേ ദൈവത്തിന് സൃഷ്ടികർമ്മം തുടരാൻ? അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിൻ്റെ കാരണം ചിലപ്പോൾ ശരീരം നമ്മൾ സൂക്ഷിക്കാത്തത് കൊണ്ടാകാം, ശരീരത്തിൽ തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ടാകാം. ചില ആളുകളുടെ ശരീരം കിട്ടുന്നതെല്ലാം വാരിക്കഴിച്ച് ഭക്ഷിച്ച് ശരീരം ഇങ്ങനെ ചൂടായിപ്പോയി. എന്നും ചിക്കൻ, എന്നും ബീഫ്, എന്നും ഷെൽഫിഷസ്, കക്ക, ഞണ്ട്, ചെമ്മീൻ, കരിമീൻ, അയില, ഇങ്ങനെ ഇതൊക്കെ തന്നെ എന്നും കഴിച്ച ശരീരം ചൂടാകും. ചൂടായാൽ ഈ പ്രോസസ്സ് ഒന്നും നടക്കില്ല. അപ്പോൾ ദൈവമാണോ കുഞ്ഞിനെ തരാതിരിക്കുന്നത്? ദൈവം വിളിച്ച് കളിയാക്കുന്നവനല്ല. ദൈവം പറഞ്ഞതാ. ഈ തിരുഹൃദയ മാസത്തിൽ ഞാൻ നിങ്ങൾ അനുഗ്രഹിക്കും, നിങ്ങൾ എൻ്റെ രൂപം വെച്ച് പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറിയത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഒരു ധ്യാനകേന്ദ്രത്തിൽ നിറയെ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോയാണ്. കാരണം ആ ധ്യാനഗുരുവിന് കിട്ടിയിരിക്കുന്ന ബോധ്യം തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം ഉണ്ടാവും. ആ ധ്യാനകേന്ദ്രത്തിൻ്റെ അനുഗ്രഹത്തിനും അഭിഷേകത്തിനും കാരണം തിരുഹൃദയ ഭക്തിയാണെന്ന് ആ ധ്യാനഗുരു തന്നെ സമർത്ഥിക്കുന്നു. എത്രയോ വാഗ്ദാനങ്ങൾ ദൈവം നമുക്ക് തന്നു. നമുക്കതൊന്നും ഒരു വിലയില്ല. വഴിക്കൂടി പോകുന്നവർ പറയുന്നതാണ് നമ്മുടെ വില. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. സാറാമാരുടെ ഉപദേശം കേൾക്കരുത്. സാറാമാര് കൂടെ ഉണ്ടാകും. സാറാമാരുടെ ഉപദേശം കേട്ട കെണിയിൽ പെടരുത്. ജീവനേ തന്ന സ്നേഹമേ, നീ മാത്രം വഴിയും സത്യവും. ജീവനേ തന്ന സ്നേഹമേ, നീ മാത്രം വഴിയും സത്യവും. സർവം നന്മയ്ക്കായി മാറ്റുന്ന നീ മാത്രം നിത്യം പരിശുദ്ധൻ. സർവം നന്മയ്ക്കായി മാറ്റുന്ന നീ മാത്രം നിത്യം പരിശുദ്ധൻ.
യേശുവേ നിന്നെ കാണണം, യേശുവേ നിന്നെ കേൾക്കണം, യേശുവേ നിന്നിൽ അലിയണം, യേശുവേ എന്നിൽ നിറയണം. പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. തെറ്റായ ഉപദേശങ്ങൾ കേട്ട് ജീവിതം വഴിമുട്ടിപ്പോകാതിരിക്കാൻ, ജീവിതം കെണിയിലകപ്പെടാതിരിക്കാൻ പരിശുദ്ധമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാദാണി കൈക്കൊള്ളണേ, എന്നെ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടുത്തെ മുഴുവൻ്റെയും നന്മയ്ക്കുമായി ഞങ്ങളുടെ ഗ്രഹങ്ങളുടെ ഈ ബലി സ്വീകരിക്കുമാറാട്ടെ. കർത്താവേ, സംപ്രീതിയുടെയും സ്തുതിയുടെയും ഈ ബലി സ്വീകരിക്കണമേ. അതിൻ്റെ പ്രവർത്തനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട അങ്ങേക്ക് പ്രീതികരമായ ഞങ്ങളുടെ മാനസങ്ങളുടെ സ്നേഹാർപ്പണം സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിനെ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി കുരിശിലെ പീഡകൾ സഹിച്ച് അവിടുന്ന് നിത്യമരണത്തിൽ ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. തിരുവവമങ്ങേ മഹിമകളാം നിറഞ്ഞു മഹിയും വിണ്ടല
അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ
അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്കാ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലെയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവഗുണിയാണി എൺകളിൽ കണിയനമേയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവഗുണിയാണി എൺകളിൽ കണിയനമേയും.
ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാടി എങ്കിൽ സമാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുശരീരത്തിൻ്റെയും അമൂല്യമായ രക്തത്തിൻ്റെയും പോഷണത്താൽ നവീകൃതരായി അങ്ങേ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഭക്തി നിർഭരമായി ഞങ്ങൾ അനുഷ്ഠിക്കുന്നത് സുനിശ്ചിതമായ രക്ഷയിലൂടെ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയ